ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ വർഗീയതയും വിദ്വേഷവും പടർത്തുന്ന ഈ കാര്യത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് പോലെയുള്ള ഒരു പരിപാടി അത് തുടരേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യം അത് എത്ര വലുതാണ്? നമ്മളിവിടെ സംസാരിച്ചില്ല ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഗസ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന പോളറൈസേഷനെ കുറിച്ചാണ്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പോളറൈസേഷനെ കുറിച്ചാണ്. രണ്ടും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡൈനാമിക്സ് എന്താണ്, അതിൻ്റെ ഒരു ട്രജക്ടറി എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിരവധി എപ്പിസോഡുകളിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഹെയ്റ്റ്, ആ ഹെയ്റ്റ് ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പ്രേക്ഷകരെങ്കിലും കൺവിൻസ്ഡ് ആണ്. കാരണം നമ്മൾ എവിടെ നിന്നാണ് അതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്, അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്, അതെങ്ങോട്ടാണ് ഇനി പോകുന്നത് നമ്മളിവിടെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ ശരിയായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മളിവിടെ പ്രവചനാത്മകമായി പറയുന്ന പല കാര്യങ്ങളും പിന്നീട് സംഭവിച്ചിട്ടുള്ളതായിട്ട് ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ കഴിയും. നമ്മൾ പറയും ഇങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കാൻ പോവുക എന്നുള്ള, അങ്ങനെ സംഭവിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്, അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഹെയ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നവരെ കുറിച്ച് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അവരാണ് നമ്മളെ എതിർക്കുന്നത്, നമ്മളെ ആക്ഷേപിക്കുന്നത്, നമ്മളെ തെറി വിളിക്കുന്ന ആരാണ്? ഇതേ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ ഹെയ്റ്റിനെതിരെ നിലയുറപ്പിച്ചു എന്നുള്ളതായിരിക്കും നമ്മളെ ഭാവിയിൽ ചരിത്രം അടയാളപ്പെടുത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്.